രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുള്ളൊരു അങ്ങനെ നമ്മളെല്ലാവരും അങ്ങനെ ഒരു പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നു. പക്ഷെ പ്രധാനമന്ത്രി തിരിച്ചുപോയി. ഏറ്റവും അവസാനം 529 കോടിയുടെ താൽക്കാലിക വായ്പയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വായ്പയല്ലല്ലോ കൊടുക്കേണ്ടത്. ഈ രാജ്യം കണ്ടതിൽ ഏറ്റവും വലിയ മനുഷ്യ വിഭവം നഷ്ടപ്പെട്ട ഒരു ദുരന്തം കൂടിയാണ്. ഒരു വായ്പയായിട്ടല്ല ഈ ദുരന്തബാധിതരെ സഹായിക്കേണ്ടത്. ദുരന്തമുണ്ടായി സ്വാഭാവികമായും എല്ലാവരും സഹായിക്കും സർക്കാരിനെ. അതിനപ്പുറത്ത് ഈ ദുരന്തബാധിതർക്ക് വേണ്ടിയിട്ട് എന്താണ് മാറ്റിവെച്ചതെന്നാണ് നമ്മൾ വലിയ ഈ 2 ബജറ്റ് വരുമ്പോഴും നമ്മൾ പ്രതീക്ഷയോടെ കത്തുന്നത്. ആ 2 ബജറ്റിലും കാര്യമായിട്ടൊന്നുമില്ല. ഇവർ പറഞ്ഞ ടൗൺഷിപ്പ് ഒരുക്കുന്നതിനാവശ്യമായ കൽപ്പറ്റ പോലുള്ള ഒരു നഗരത്തിൽ എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ട്. ഇനി പുറത്തുനിന്ന് പുതിയ സംവിധാനം ഒരുക്കുകയാണെങ്കിൽ നല്ലത്. പക്ഷെ അതിനൊക്കെ പാടെ ഒരു 10-15 ഏക്കർ സ്ഥലം മാത്രം മതി. പക്ഷെ വലിയ രീതിയിലുള്ള സ്ഥലം അവിടെ ഏറ്റെടുക്കുന്നുണ്ട്. 100 കണക്കിന് ഏക്കർ ഭൂമി വെറുതെ അവിടെ കിടക്കും. അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോഴാണ് നമ്മൾ പറയുന്നത് ഇവർക്ക് 10 സെന്റെങ്കിലും നിങ്ങൾ കൊടുക്കണം. സന്നദ്ധ സംഘടനകളില്ലെങ്കിൽ ഈ കുടുംബങ്ങളിലെ പലരും ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഇവിടെ നടപ്പിലാക്കിയ ഒട്ടേറെ പദ്ധതികളുണ്ട്. സന്നദ്ധ സംഘടന എല്ലാവരും അതിൽ ആരെയും ചെറുതാക്കിയോ ആരെയും വലുതാക്കിയോ അവരവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാവരും സഹായിച്ചിട്ടുണ്ട്.